ഹായ് ഹലോ എല്ലാവർക്കും മിദ്ബൻ ഓർക്കിഡ് ഗാർഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ വയൽ ആണിത്. ഇവിടെ കണ്ടത്തിപ്പണി നടക്കുകയാണ്. ഇപ്പം നാട്ടിപ്പണിയാണ് നടക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ നാറ് പറിച്ച് ചെറിയ കെട്ടുകളാക്കി വെച്ച് അത് ഇതേപോലെ നാട്ടി വെക്കും. ഇതുപോലെ നാട്ടി വെക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു നാട്ടിപ്പണിക്ക് വേണ്ടി ഞാറൊരുക്കുന്നതെന്നുള്ളത് നമുക്ക് കേൾക്കാം. പറയാമോ എങ്ങനെയാണത് ഞാറൊരുക്കുന്നത്? ശരിക്കും നമ്മൾ വിത്ത് നെല്ല് മാറ്റി വെക്കണം ആദ്യം അല്ലേ? വിത്ത് നെല്ലായിട്ട് വേറെ മാറ്റി വെക്കണം നമ്മൾ. വിത്ത് മാറ്റി വെച്ചിട്ട് അതെങ്ങനെയാണ് നനച്ച് വെക്കണോ? വിത്ത് ഒരു ദിവസം വെള്ളത്തിലിടണം. ഫുള്ളായിട്ട് 24 മണിക്കൂർ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ട് വാരി വെക്കും. വാരി ചിലർക്ക് ചാക്കിനകത്ത് കെട്ടി വെക്കും. പിന്നെ അല്ലെങ്കിൽ വെറുതെ നിലത്തിങ്ങനെ കൂട്ടിയിട്ടിട്ട് മൂടി എന്തെങ്കിലും വെയിറ്റ് വെക്കും. വെയിറ്റ് വെച്ച് വെക്കും. അപ്പോൾ അവിടെ 2-3 ദിവസം കൊണ്ട് മുളയ്ക്കും. മുള പൊട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുവന്ന് വെതർ ഇങ്ങനെ കണ്ടം റെഡിയാക്കിയിട്ട് കൊണ്ടുപോയി വെതറും. വെതറിയിട്ട് പിന്നെ എത്ര ദിവസം കൊണ്ടാണ് ഇത്ര നമ്മൾ ഈ പറിക്കാൻ? 22 ദിവസം കൊണ്ട് വേണം. 22 ദിവസം കൊണ്ട് നമുക്ക് പറിക്കാൻ പാകത്തിന് ആയി കിട്ടൂലേ? അതിനുശേഷം നമ്മൾ തന്നെ ഈ കണ്ടം പിന്നെ ഉഴുത് റെഡിയാക്കണ്ടേ? അതിനുവേണ്ടി ഇപ്പം പണ്ടത്തെ പോലെ ആൾക്കാർ കണ്ടം കൊത്തുന്ന പരിപാടി ഇല്ലല്ലേ? ഇപ്പം കണ്ടം ഉഴുതാനൊക്കെ ഇപ്പം മെഷീൻ ഉണ്ടല്ലോ. എല്ലാം മെഷീൻ വെച്ച് ട്രാക്ടർ അല്ലെങ്കിൽ ടില്ലർ. നമ്മൾ എന്നിട്ട് അത് ഇങ്ങനെ കണ്ടം ഇങ്ങനെ എല്ലാം ഉഴുത് വെക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ഇതേപോലെ ഞാറ് പറിച്ച് ഉഴുത അന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഞാറ് നട്ട് വെക്കാവോ? പറിച്ച് അന്നേരം തന്നെ നടാൻ പറ്റൂലേ? അപ്പം അതേപോലെ തന്നെ നമുക്ക് നെല്ല് പാകമായി കഴിയുമ്പം കൊയ്യാറായി കഴിയുമ്പോഴും നമുക്കിപ്പോൾ കൊയ്യാൻ ആൾക്കാരെ കിട്ടാറില്ല അല്ലേ? അതിന് നമുക്ക് യന്ത്രമാണ്. മെഷീനിൽ തന്നെ മതിക്കും. വണ്ടിയിലിട്ട് വരും. എന്നിട്ട് അതിന് കച്ചിയൊക്കെ നമുക്ക് വേറെ മെഷീനാണ്. കച്ചി കിട്ടുന്ന മെഷീനാണ് ഇപ്പം അല്ലേ? ഇപ്പം എല്ലാം യന്ത്രവൽക്കരിച്ചു, മൊത്തം യന്ത്രമായി അല്ലേ? അതെ അല്ലേ? ഇങ്ങനെ ഇത്രോ നീണ്ടു നൂർന്ന് കിടക്കുന്ന ഈ പാടം ഇത് മുഴുവനും ഇങ്ങനെ ഒരാളുടെ അല്ലല്ലോ, പലരുടെ ആയിരിക്കുമല്ലോ. അപ്പം അവരെല്ലാവരും കൂടെ സഹകരിച്ചാണ് ഈ യന്ത്രം കൊണ്ടുവരുന്നത്. അതെ. എന്നിട്ട് ഒന്നിച്ച് അത് ചെയ്ത് അതെ അല്ലേ? എങ്ങനെയുണ്ട് ഇതിന്? പിന്നെ മറ്റേ നമുക്ക് എന്താ പറയുക, ഇത് നെല്ല് വിൽക്കാനൊക്കെ സംഭരണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇല്ലേ? നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് നെല്ല് കൊയ്ത് കളത്തിൽ കൊണ്ട് ഇട്ടിട്ട് വെയിൽ കൊള്ളിക്കും, ഉണങ്ങും. ഉണങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എല്ലാവരും സപ്ലൈകോയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണേലും നമുക്ക് നല്ല അരി വെച്ച് ചോറ് കഴിക്കാൻ പറ്റൂലേ? ഇങ്ങനെ നമുക്ക് ഇച്ചിരി ഹാർഡ് വർക്ക്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഹാർഡ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നട്ടുണ്ടാക്കി ഇതിനി പരുവായി വരുന്നിടം വരെ നമ്മൾ എന്തോരം ഇതിനിടയിൽ ജോലി ചെയ്താലല്ലേ നമുക്കൊന്ന് ഒരു കൊയ്യാൻ പാകത്തിനാകുന്നതല്ലേ? എന്തുമാത്രം കർഷകൻ്റെ ഒരു കഠിനാധ്വാനം. അതെ. ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം പണിക്കൂലിയും വർദ്ധിച്ചു. പിന്നെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ? അവനവൻ്റെ പറമ്പിൽ നിന്ന് ഉള്ള ആദായം നമ്മൾ കഴിക്കും പോലെ. അതെ അല്ലേ? നമ്മൾ അധ്വാനിച്ച് കഴിക്കുന്നതിൻ്റെ വിൽക്കും. അപ്പം അതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ? എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പം. കണ്ടോ, ഒരുപാട് കൊറ്റികൾ അല്ലേ? അതിൻ്റെ പേരെന്നാ? കൊക്ക്. ഒത്തിരി കൊക്കുകളൊക്കെ വന്നിരിക്കുക. ഇങ്ങനെ ഒരു ആവാസ കേന്ദ്രമാണ് ശരിക്കും. ഈ കൊക്കുകളുടെയും ഒക്കെ ഒരു ആവാസ കേന്ദ്രമാണ് നമ്മുടെ വയലെന്ന് പറയുന്നത് അല്ലേ? അതൊക്കെ വളരെ സന്തോഷത്തോടെ അവരിയ്ക്കുന്നു. ഒപ്പം നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം കിട്ടും നമുക്ക് നമ്മൾ അധ്വാനിച്ചത് നിന്ന് കഴിക്കുമ്പോൾ. പിന്നെ ഇതുപോലെ കറ്റ കെട്ടി അത് നട്ടുണ്ടാക്കി അത് കൊയ്യുന്നിടം വരെയുള്ള കർഷകൻ്റെ കാത്തിരിപ്പ്, ഇതൊക്കെ ഒരു ശരിക്കും സന്തോഷമുണ്ട്. ഒപ്പം കഠിനാധ്വാനം, സാമ്പത്തികമായും മെച്ചമുണ്ട്. അതെ. അപ്പം അങ്ങനെയൊക്കെയാണ്. മഴ കാരണം കച്ചിയൊന്നും കിട്ടിയില്ല. കച്ചിയൊക്കെ പോയോ? അത് ശരി.
ശരിക്കും കച്ചി കിട്ടുവാണെങ്കിൽ ആ പണിയുടെ കൂലി കിട്ടും. ആഹാ കച്ചി മഴ ഇടയ്ക്കിടയ്ക്ക് ഈ ന്യൂനമർദ്ദം കയറി മഴ വന്നതുകൊണ്ട് ശരിക്കും വയൽ കൃഷിയൊക്കെ ചെയ്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പോയല്ലേ. ഇപ്പോൾ കാപ്പിക്ക് ശരിക്കും ഉണങ്ങി വെക്കാത്തത് കൊണ്ട് അത് പൂത്തുപോയി. അങ്ങനെ കർഷകന് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലേ. ആ എങ്കിലും കൃഷി ഒഴിവാക്കുന്നില്ല. കാരണം അതിൽ നിന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, നല്ല ഭക്ഷണം കഴിക്കാനുള്ളൊരു തൃപ്തി കാരണമല്ലേ. എന്തായാലും ചേട്ടൻ എനിക്ക് ഇത്രയും വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടു, ഇത് കർഷകൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ഞാറ് നട്ട് അത് നെല്ല് കൊയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നിടം വരെ ബായ്.